ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് കേസ്. കോടതി നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. മേജർ രവിയുടെ തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സഹ ഉടമകളും കേസിൽ പ്രതികളാണ്. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, വലിയൊരു ക്രമക്കേടിന്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. കേസിന് ആധാരമായ സംഭവം എങ്ങനെ? മേജർ രവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനം, ഈ സ്ഥാപനം ഇരിങ്ങാലക്കുടയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിന് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും അതോടൊപ്പം സെക്യൂരിറ്റി ഫോഴ്സിനെയും നൽകാം എന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് പണം വാങ്ങുകയും പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ പരാതി ഉണ്ടായത്. ഈ സ്ഥാപനത്തിന്റെ ഉടമ പോലീസിൽ ആദ്യം പരാതി നൽകിയിരുന്നു. ഈ പരാതി പോലീസ് ഗൗരവത്തിലെടുത്തില്ല എന്ന ഒരു പരാതി, അതായത് പരാതി വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല എന്നാണ് സ്ഥാപന ഉടമ പറയുന്നത്. അതിനുശേഷം ഇയാൾ നടപടിയൊന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മേജർ രവിക്കും അതോടൊപ്പം തന്നെ ഈ മേജർ രവിയോടൊപ്പം ഈ സ്ഥാപനത്തിന്റെ സഹ ഉടമകളായ മറ്റുപേരും ഇതിൽ ഈ കേസിൽ പ്രതികളാണ്. വഞ്ചന കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. മേജർ രവിക്കെതിരെ നേരത്തെയും വേറെ കേസുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലാണെന്നാണ് തോന്നുന്നത്. മുമ്പ് ഇത്തരത്തിലൊരു ഇയാളുടെ സ്ഥാപനത്തിന്റെ പേരിൽ തന്നെ കബളിപ്പിക്കൽ കേസുണ്ടായിരുന്നു. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഇപ്പോൾ ഈ സ്ഥാപനത്തെ കബളിപ്പിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തത്. കോടതി ഉത്തരവനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ എഫ്ഐആറിന്റെ പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തിയോഫനാണ് വിവരങ്ങൾ നൽകിയത്. ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന കേസിലാണ് മേജർ രവിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.